ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൽ കോട്ടൺ ഫാബ്രിക് വെച്ചിട്ട് ഒരു പാനൽ കട്ട് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്ലസ് സൈസിൻ്റെ ഒരു ആലിയ കട്ട് കുർത്തിയുടെ അതിൻ്റെ ബാലൻസ് പീസാണ് ഇത്. തികച്ച് 1 മീറ്റർ ഇല്ല, എന്നാലും അതിലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫാബ്രിക്കിനെ ഞാൻ 8 മടക്കി എടുത്തിട്ടുണ്ട്. 8 പീസാക്കി മടക്കി വെച്ചേക്കുവാണ്. ഇവിടെ ഇപ്പം ഞാൻ 8 പാനൽസാണ് എടുക്കുന്നത്. ചിലർ 12 എടുക്കുന്നവരുണ്ട്, അതുപോലെ 16 എടുക്കുന്നവരുണ്ട്. ഇവിടെ ഞാനിപ്പോൾ 8 ആണ് എടുക്കുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാനൽ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ടോട്ടൽ വേസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാനൽസ് പ്ലസ് സീം അലവൻസ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ എനിക്ക് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 20 ആണ് വേസ്റ്റ്, ഡിവൈഡഡ് ബൈ 8 പാനൽസ് പ്ലസ് നമുക്ക് വേണ്ട സീം അലവൻസ് 2 സൈഡിലും 1/2 ഇഞ്ചസ് വീതം, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ അത് നോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മേളിൽ ഞാൻ സീം അലവൻസ് എല്ലാം കൂടി ചേർത്ത് 3 ഇഞ്ചും താഴെ ഞാൻ 5 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതുപോലെ ട്രേസ് ചെയ്ത് ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഓൺ ഫോൾഡ് വരുന്ന ആ ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ആ ഫോൾഡ് ചെയ്തേക്കുന്ന ആ ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പം നമുക്ക് കറക്റ്റ് 8 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴത്തേക്ക് വരുന്ന ആ പോർഷനിൽ നമ്മുടെ ആവശ്യത്തിനനുസരണം നമുക്ക് അതിൻ്റെ വീതി കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ ബാലൻസ് വന്ന പീസിൽ തന്നെയാണ് ഞാൻ ലെങ്ത്തായിട്ട് ഇവിടെ എടുക്കുന്നത് 8 ഇഞ്ചസ് ആണ്. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ എടുക്കുന്നത് 4 ഇഞ്ചസ് ആണ്. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടും അതേപോലെ 4 ഇഞ്ചസ് താഴേക്കും മാർക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. നമ്മൾ ചെസ്റ്റ് മെഷർമെൻ്റായിട്ട് എടുക്കുന്നത് നമ്മൾ എത്രയാണോ മെഷർമെൻറ്റ് അത് ഡിവൈഡഡ് ബൈ 4 പ്ലസ് നമ്മുടെ സീം അലവൻസ് എത്രയാണോ വേണ്ടത്. 1.5 ആണെങ്കിൽ 1.5, അല്ലെങ്കിൽ 2 ആണെങ്കിൽ 2. ഇവിടെ ഞാൻ സീം അലവൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഞാനിവിടെ 7 ആണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ താഴേക്കും ഞാൻ 7 തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മുടെ സ്ലീവിൻ്റെ അവിടെ കേർവും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ മേലിലൊരു ചെറിയൊരു സ്ലാൻഡിങ് കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ നെക്ക് എടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചസും ബാക്ക് ഞാൻ 4 ആണ് എടുത്തേക്കുന്നത്. കാരണം സിബോ അല്ലെങ്കിൽ ഹൂക്കോ അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബാക്ക് ഞാൻ ഇത്തിരി ഇറക്കി കഴുത്ത് കയറാൻ വേണ്ടിയിട്ട് തല കയറാൻ വേണ്ടിയിട്ട് പാകത്തിന് ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. 2 പാനൽസ് ജോയിൻ ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഓരോ പാനൽസ് നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് നല്ല വശം രണ്ടും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് പാനൽസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനിലെ പാനലാണ്, അതിങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ 2 സൈഡിലേക്കുള്ള പാനൽസ് ജോയിൻ ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ യോക്ക് പോർഷനിൽ ചെറുതായിട്ട് ഒരു ചെറുതായിട്ട് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി പോലെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഇതും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുപോലെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.